വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു സീക്വൻസ് ബ്രഷ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ എന്ന് പഠിക്കാം. സീക്വൻസ് ബ്രഷസ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ, എന്താണ് സീക്വൻസ് എന്ന് അറിയില്ലേ? നമുക്ക് ഇപ്പോൾ ബ്രൈഡൽ ലെഹങ്കാസോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ സീക്വൻസ് ബ്രഷസ് പോലത്തെ കാര്യങ്ങൾ അല്ലേ. അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കും, അപ്പോഴൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബ്രഷാണ് സീക്വൻസ് ബ്രഷസ്. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു സ്കേർട്ടിൻ്റെ ഇത് ഞാനിവിടെ ചെയ്തു വെച്ചെന്നേ ഉള്ളൂ. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഏത് ബ്രഷാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സ്കേർട്ട് ഇപ്പം നമുക്കിങ്ങനെ ഒരു സ്കേർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ടോ ഇത്ര നല്ല വൃത്തിക്കാണ് നമുക്കത് കിട്ടുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ടൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണിത്. ഓക്കെ, ബ്രൈഡൽ ലെഹങ്കാസ് ചെയ്യാനും അല്ലെങ്കിൽ പാർട്ടി വെയർസ് ചെയ്യാനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബ്രഷ്. സോ ഇന്ന് നമുക്ക് ഈ ബ്രഷ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. സീക്വൻസ് ബ്രഷ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണേ ഇതാ ഇങ്ങനെയും കൊടുക്കാം. അതിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തതല്ല, ബ്രഷ് കാണിക്കുന്നതാണ്. ഇതാണ് ആ ബ്രഷ് എന്നുള്ളത് കാണിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രഷ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്ര. സീക്വൻസ് ബ്രഷ് ചെയ്യാൻ ഞാനിവിടെ ആദ്യം ഒരു സ്ക്വയർ ക്യാൻവാസ് ആണ് സെലക്ട് ചെയ്യുന്നത്. സ്ക്വയർ ക്യാൻവാസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആക്ഷൻസിൽ പോവുക. ആഡിൽ ഇൻസേർട്ട് എ ഫോട്ടോ. ഒരു സീക്വൻസ് ഇതുപോലത്തെ പിക്ചേഴ്സ് ഇല്ലേ, അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. പിൻട്രസ്റ്റിനോ ഗൂഗിൾ ക്രോമിനോ എവിടെന്നെങ്കിലും ഒന്ന് സീക്വൻസിൻ്റെ ഏതെങ്കിലും പിക്ചർ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഫിറ്റ് ടു ക്യാൻവാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് നല്ല വൃത്തിയുള്ള ഒരു സീക്വൻസിൻ്റെ ഒരു സീക്വൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ ഈ ഒരു സീക്വൻസ് സെലക്ട് ചെയ്യാനേ ഞാനിവിടെ സെലക്ഷൻ ടൂളിൽ എലിപ്സ് സെലക്ഷനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഈ ഒരു സീക്വൻസ് ഞാൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യുക. നെക്സ്റ്റ് ലെയറിൽ പോയി പേസ്റ്റ് ചെയ്യാം. യെസ്, അത് നമുക്ക് പേസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വലുതാക്കി സെൻറ്ററിൽ വെക്കുക, ക്യാൻവാസിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറേഷൻ ലെവലില്ലേ അതൊക്കെ ഒന്ന് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് മതി. സോ ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സാച്ചുറേഷൻ അതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലാക്കുകയാണ് കേട്ടോ. യെസ്, ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ സെൻറ്റർ പോർഷനില്ലേ അത് നമുക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് സെലക്ഷൻ ടൂൾ എടുക്കുക, എലിപ്സ് എടുക്കുക, സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ലൈൻസ് കാണുന്നില്ലേ അതൊക്കെ നന്നായിട്ട് പ്രോമിനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്ത് വെച്ച സീക്വൻസ് ബ്രഷസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്കിതാ മോണോലൈൻ ബ്രഷാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൽ ജസ്റ്റ് ഈ ഒരു അതിന് മുൻപായിട്ട് ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ഈ ലെയർ ആൽഫ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ആൽഫ ലോക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പുറത്തേക്ക് ആവാതിരിക്കാൻ.
ഞാൻ ഹൈലൈറ്റ്സ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ചില സ്ഥലത്തും കൂടെ ചെറുതായിട്ട് ഞാൻ ഹൈലൈറ്റ്സ് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് സ്ഥലത്തായിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് ലൈൻ എന്നുള്ള രീതിയിലാവാതെ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. ഇത് സ്മഡ്ജ് ചെയ്യാതെ ലൈനായിട്ട് വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് സ്മഡ്ജ് ചെയ്യണേ. ഞാൻ ജസ്റ്റ് സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ട് അതിലും കുറച്ച് ഷെയ്ഡിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ചില ഏരിയാസിലായിട്ട്. നമുക്കിത് ആൽഫ ലോക്ക് മാറ്റാം. ഓക്കെ, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെടുത്തിട്ടൊന്ന് ഇൻവേർട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഈ ലെയർ പോയിട്ട് അത് നമുക്ക് ഇൻവേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ലെയർ നമുക്ക് കോപ്പി ചെയ്യാം. അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ബ്രഷ് പോവുക, ക്രിയേറ്റ് ന്യൂ ബ്രഷ്, ഷേപ്പ് സോഴ്സിൽ ഇമ്പോർട്ട് പേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇൻവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്ക് പാത്ത് പോയിട്ട് സ്പേസിങ് നന്നായിട്ട് കൂട്ടുക. ആപ്പിൾ പെൻസിലിൽ പോവുക, ഒപ്പേസിറ്റി കുറയ്ക്കുക. പ്രോപ്പർട്ടീസിൽ പോവുക, മാക്സിമം സൈസ് നന്നായിട്ട് കുറച്ചൊന്ന് കൂട്ടുക. ഒരു 200 250 എന്നുള്ള രീതിയിലാക്കുക. മിനിമം സൈസും ചെറുതായിട്ടൊന്ന് കൂട്ടുക. ചെറിയ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ ചെറുതായിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത്ര വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്പേസിങ് കുറച്ചും കൂടെ കൂട്ടിയാൽ ഓവർലാപ്പിംഗ് മാറും. അപ്പം ഞാൻ കുറച്ചൊന്ന് ഓവർലാപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അങ്ങനെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെയറിൽ പോയിട്ട് ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ഗ്രേ കളർ കൊടുക്കുകയാണ്. ഗ്രേ കളർ കൊടുത്തിട്ട് അതിൽ ഞാൻ ഈ ഒരു യെല്ലോ കളറിലെടുത്തിട്ട് നമുക്ക് സീക്വൻസ് നോക്കാം. ഉണ്ടോ, നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ സീക്വൻസ് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു സീക്വൻസിൻ്റെ പിക്ചർ, നമ്മൾ സീക്വൻസ് ബ്രഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് എപ്പോഴാണ് ഉപകാരപ്പെടും, ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞിയാണ് വേണ്ടതെങ്കിൽ നല്ല ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, നല്ലോണം ചെറുതാക്കണമെങ്കിൽ ഇത്ര. മിനിമം സൈസ് ഞാൻ ഇത്ര ആക്കിയിട്ടുണ്ട്, അതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിനി വലിയത് വേണമെങ്കിൽ വലുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സീക്വൻസ് ബ്രഷ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതണു. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായി ചിത്രവസ്ത്രയിൽ ഇനി ഞാൻ വരുന്നതായിരിക്കും. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ഇടാനൊരു ഇൻട്രസ്റ്റ് വരിക. അല്ലെങ്കിൽ ഞാനിതിപ്പോൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ഇടയ്ക്ക് ഇങ്ങനെ തോന്നിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.